ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ചില സംഘി മാധ്യമങ്ങൾ വ്യാപകമായി വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഡൽഹിയിലെ കലാപത്തിന് പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് അവർക്കൊരു മറുപടി നൽകാനുള്ള ആയുധമായി മാറും. അത് മാത്രമല്ല, ഇതുപോലെയുള്ള വാർത്തകൾ ഈ സമയത്ത് മനസ്സിന് കുളിരേകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡൽഹിയിൽ കലാപം കത്തി നിൽക്കുന്ന സമയം 3 മുസ്ലിം ആരാധനാലയങ്ങൾ പരിപൂർണമായും സംഘപരിവാർ തീവ്രവാദികൾ കത്തിച്ചു ഇല്ലാതാക്കി. അതായത് അത്തരത്തോളം വലിയ ഒരു ക്രൂരത സംഘപരിവാർ പ്രവർത്തകർ ഡൽഹിയിൽ അഴിച്ചുവിട്ടു. മതാരാധനാലയങ്ങളെ വേട്ടയാടി ഇല്ലാതാക്കുന്നത് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി മാറുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഡൽഹിയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ഇരിക്കുന്ന ഡൽഹിയുടെ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം എന്ന് പറയുന്നത് മുസ്തഫാബാദാണ്. ഈ മുസ്തഫാബാദിന് ഒരു പ്രത്യേകതയുണ്ട്. മുസ്തഫാബാദിൽ ഏകദേശം 80% മുസ്ലിങ്ങളാണ് മുസ്തഫാബാദിലുള്ളത്. ഈ മുസ്തഫാബാദിൽ 20% വരുന്ന ഹിന്ദുക്കൾ മാത്രമാണ് അവിടെയുള്ളത്. തൊട്ടടുത്ത പ്രദേശത്ത് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ കത്തിച്ച സമയത്ത് ഈ മുസ്തഫാബാദിലെ മുസ്ലിം സഹോദരങ്ങൾ ചെയ്തത് എന്താണെന്ന് അറിയണ്ടേ? അവരുടെ പ്രദേശത്ത് അവിടെയുള്ള ഹൈന്ദവ സമൂഹം വലിയ രീതിയിൽ ആരാധിക്കുന്ന ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിന് പുറത്ത് കാവലായി നിന്നത് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ്. ആദ്യം ആ ശിവക്ഷേത്രത്തിന് കവചമായി നിന്നത് ദേശബന്ധു കോളേജിലെ BA വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് അസീൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള സമയങ്ങളിൽ ഈ ശിവക്ഷേത്രത്തിന് കാവലായി നിൽക്കും. കാരണം ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു രീതിയാണ്. അത് തകർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും ഭിന്നിപ്പിൻ്റെ സ്വരവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ അടി അയാൾക്കായിരിക്കുമെന്നാണ് മുഹമ്മദ് അസീൻ എന്ന വിദ്യാർത്ഥി പറയുന്നത്. ഈ ശിവക്ഷേത്രത്തിന് തൊട്ട് സമീപമുള്ള കമറുദ്ദീൻ എന്ന് പറയുന്ന വ്യാപാരി പറയുന്നത്, ഞാൻ ഉറക്കമൊഴിച്ചു നിന്ന് ഇതിന് കാവൽ നിൽക്കുകയായിരുന്നു. കാരണം ഇത് തകരാൻ പാടില്ല, ഇതിനൊരു പോറൽ പോലും ഏൽക്കാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ സംഘപരിവാരുകാർ തന്നെ ശിവക്ഷേത്രം ആക്രമിച്ച് ഈ പ്രദേശത്ത് കലാപത്തിന് ശ്രമിച്ചേക്കാം. അങ്ങനെ ഒരു കലാപ സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ പ്രശ്നമായി മാറും. ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വൈകാരിക നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതിനാൽ തന്നെ ഇവിടെ ഞങ്ങൾ കാവലായി നിൽക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന റീന എന്ന 52 വയസ്സുകാരിയായിട്ടുള്ള സ്ത്രീ പറയുന്നു, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ സന്തോഷത്തിലാണ് ഇവിടെയുള്ളത്. കാരണം ഇവിടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരുണ്ടാകുമ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എന്നവർ പറയുന്നു. സംഘികോമരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം പൂർണ്ണമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ കലാപ പ്രദേശങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ മതേതരത്വത്തിൻ്റെ പുതിയ വെളിച്ചത്തിന് മുന്നിൽ അവർ ആകെ നിശബ്ദമായി നിൽക്കുകയാണ്. അതെ, ഈ ശബ്ദമാണ് നമ്മൾ ലോകത്തെ അറിയിക്കേണ്ടത്. അല്ലാതെ കലാപത്തിൽ മുസ്ലിങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്ന സംഘി മാധ്യമങ്ങളെ ചെയ്യേണ്ടത് മതേതരത്വം തുറന്നു പറയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തുറന്നു കാട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും മുസ്തഫാബാദിലെ ആ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.